കൃഷ്ണ, ഇപ്പോൾ രാജ്യത്ത് ഒരു ഇടുത്തി പോലൊരു സംഭവമാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം ഇന്ധനവില വർധനവ്. ഇന്ധനവില വർധനവെന്ന് പറഞ്ഞാൽ ചെറിയ വർധനവെന്നല്ല ഇതിനെ പറയാൻ പറ്റുക. യുദ്ധത്തിൻ്റെ പശ്ചാത്തലമാണ്. പക്ഷേ യുദ്ധം തുടങ്ങിയിട്ട് ഇത്രയും നാളായി. ഇത്രയും നാൾ പിടിച്ചു നിന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ കളിയുടെ ഭാഗമാണ്. ഒരു സിലിണ്ടറിൽ 1000 രൂപയോളം വർദ്ധിപ്പിക്കുക എന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ താങ്ങാൻ പറ്റും? അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതുപോലെ വലിയ ഇടുത്തി തന്നെയാണ്. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും പാചകവാതകം ഉപയോഗിക്കുന്നു. ഇന്ധനവില കൂടാൻ പോകുന്നു. പാചകവാതക വിലയോടൊപ്പം തന്നെ ഇന്ധനവില കൂടുന്നതോടുകൂടി നമ്മളാകെ കുഴപ്പത്തിലാവാൻ പോവുകയാണ്. കാരണം ഇനി അങ്ങോട്ട് യാത്രയും മറ്റ് സാധനങ്ങളുടെ ചരക്ക് നീക്കവും എല്ലാം പ്രതിസന്ധിയിലായി. നമ്മളുടെ ജീവിതം വളരെ വഴിമുട്ടുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു കാപട്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ കഴിയുന്നത് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രതിസന്ധിയൊന്നും ഇല്ല എന്നുള്ളതായിരുന്നു. എല്ലാ ബദൽ സംവിധാനങ്ങളും ഉണ്ട്, ഞങ്ങളെല്ലാം ശരിയാക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഇതാ കൂട്ടിയിരിക്കുന്നു. നമ്മളിപ്പോൾ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ നോക്കിയാൽ ഒരുപാട് ചെറുകിട ഹോട്ടലുകൾ പൂട്ടിപ്പോയിരിക്കുന്നു. എത്രയോ ഹോട്ടലുകൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരം പ്രഭാത ഭക്ഷണം കിട്ടാത്ത ഒരവസ്ഥ, പൊറോട്ട എന്ന് പറയുന്നത് ഇല്ലാത്തൊരവസ്ഥ, ദോശ ഇല്ലാത്ത അവസ്ഥ, അങ്ങനെ കുറേ സ്ഥാപനങ്ങളും ഭക്ഷണ സാധനങ്ങളും തന്നെ അപ്രത്യക്ഷമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വലിയ വില വർധന. അത് കിട്ടാൻ ഒരു ക്ഷാമം നിലവിലുണ്ട്. ആവശ്യത്തിന് സിലിണ്ടറുകൾ കിട്ടാതെ ആളുകൾ വിഷമിക്കുമ്പോൾ, വിലക്കയറ്റവും കൂടി വരുമ്പോൾ, കേരളത്തിൽ ഒന്നാമത് നമുക്കറിയാം ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ ഒരുപാട് ആളുകളുണ്ട്, യാത്ര ചെയ്യുന്ന ഒരുപാട്, ട്രെയിനിൽ പോലും പിന്നെ ഇപ്പോൾ എന്താവും അവസ്ഥ? അത് ഒരു വലിയ പ്രതിസന്ധി. അത് വളരെ വ്യക്തമായിട്ട് ഈ ഹോട്ടൽ ഉടമകൾ ഏതായാലും 6-ാം തീയതി ഒരു അടച്ചിടൽ സമരം നടത്താൻ പോവാണ്. അവരുടെ ആവശ്യങ്ങൾ വളരെ ന്യായമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം സാധാരണ നമ്മൾ സമരങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ടാണ് പറയുക. പക്ഷേ ഇത് തീർച്ചും പോസിറ്റീവായിട്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ ന്യായമാണെന്ന് പറയേണ്ടി വരും. വില വർധനവ് എങ്ങനെ വരുന്നു? ഭക്ഷണത്തിൽ എങ്ങനെ വില കൂട്ടിയാൽ 1000 രൂപ ഒരു സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനത്തിനും വില കൂട്ടേണ്ടി വരും. ചായ, കടികൾ എല്ലാം. ഇപ്പോൾ തന്നെ ക്ഷാമത്തിൻ്റെ പേരിൽ ഇപ്പം തന്നെ വില കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തീർച്ചയായിട്ടും കൂട്ടിക്കൂടി വന്ന് മനുഷ്യൻ്റെ ജീവിതം വളരെ ദുരന്തത്തിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഇത് ഇന്ധനവില, പെട്രോൾ ഡീസൽ വില വർധനവിലേക്ക്, ഗാർഹിക സിലിണ്ടറിൻ്റെ ഇതിലേക്ക് ഒക്കെ വന്നാൽ ഉണ്ടാകുന്ന വലിയ ഒരു ജീവിതം വഴിമുട്ടുന്ന, അല്ലെങ്കിൽ ആളുകൾ സാധാരണക്കാരാണ് ഇത് കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നത്. കാരണം വൻകിടക്കാർക്ക് ഇത് വലിയ പ്രശ്നമല്ല. പക്ഷെ സാധാരണമായ ജനങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാവും. യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ എങ്ങനെ ഭക്ഷണം കഴിക്കാൻ കഴിയും? കേരളത്തിൽ പുതുതായിട്ട് അധികാരത്തിൽ വരുന്ന സർക്കാരിനെ സംബന്ധിച്ച് ആദ്യത്തെ ഏറ്റവും വലിയ വെല്ലുവിളി ഇത് തന്നെയായിരിക്കും. കാരണം അടുക്കളയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ജീവൻ്റെ പ്രശ്നമാണ്. അതാണ് അടുത്ത സർക്കാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതെ, അത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ജനരോഷം ഉണ്ടാകുന്ന ഒരു അവസ്ഥയായിരിക്കും. കാരണം ഒന്നാമത് തൊഴിൽ കുറേ കുറഞ്ഞു. ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിദേശത്തുണ്ടായിരുന്ന തൊഴിലവസരങ്ങൾ കുറഞ്ഞു. ഗൾഫ് നാടുകളിൽ നിന്ന് പണം പഴയതുപോലെ വരാത്ത അവസ്ഥയുണ്ട്. കാരണം അവർക്കൊക്കെ തൊഴിൽ കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത്തരം ഒരു പ്രതിസന്ധിയിൽ സർക്കാർ ഒരു സംവിധാനം, അതിൻ്റെ ഭാരം മുഴുവൻ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നുള്ളത്, സാധാരണക്കാരായ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് ആണ് ഇപ്പോഴും നമ്മൾ കാണാൻ പോകുന്നത്. സർക്കാർ അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. കാരണം തൊഴിലാളികളുടെ പ്രശ്നം വളരെ രൂക്ഷമാണ്. എത്രയോ തൊഴിലാളികൾ, ഹോട്ടൽ തൊഴിലാളികൾ ഇപ്പം പുറത്തൊക്കെ ഉള്ളവർ മടങ്ങിയിട്ട് തിരിച്ചു വരാൻ പറ്റുന്നില്ല. അവർക്ക് അവരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. മറ്റ് ജില്ലകളിൽ പോയി ജോലി ചെയ്യുന്ന ഹോട്ടൽ തൊഴിലാളികൾ അവരൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ ചെയ്തേ മതിയാവും. നമ്മുടെ ഒരു ശീലമനുസരിച്ച്, കേരളത്തിൻ്റെ ഒരു ശീലമനുസരിച്ച് ആളുകൾ നന്നായിട്ട് ഹോട്ടലുകളിൽ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ഒരാളുകളാണ്. കാരണം യാത്രക്കിടയിലും ഒക്കെ നമ്മളെപ്പോഴും അങ്ങനെ ചലനാത്മകമായൊരു സമൂഹമാണല്ലോ. അപ്പോൾ ആ ഒരു ഇരട്ടിയോളം നമുക്ക് ചിലവ്. ഇപ്പോൾ യാത്രാക്കൂലി വർദ്ധിച്ചാൽ, ഇപ്പോൾ ഇന്ധനവില വർദ്ധിച്ചാൽ സ്വാഭാവികമായി യാത്രാക്കൂലി വർദ്ധിക്കും. അത് സമസ്ത മേഖലയിലും. കാരണം ഇന്ധനമാണല്ലോ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഊർജ്ജം. അപ്പോൾ അത് വർദ്ധിക്കുന്നതോടുകൂടി എല്ലാ മേഖലയിലും വിലക്കയറ്റം ഉണ്ടാവും. അതിൻ്റെ തോത് എത്രയായിരിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. മറ്റൊരു കാര്യമുള്ളത്, ഒരു സ്ഥാപനം ചെറുതാണേലും വലുതാണേലും അത് പൂട്ടിയാൽ പിന്നെ അത് തുറക്കുക എന്നുള്ളത് അസാധ്യമായൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. അതുപോലെ വില കൂടിയാൽ കുറയുകയില്ല. അതെ, സ്ഥാപനം പൂട്ടിയാൽ തുറക്കാൻ കഴിയില്ല. അങ്ങനെ എല്ലാ തലത്തിലും ഭയങ്കര പ്രതിസന്ധി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ ഇതിനെ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും കേരളത്തിലെ വരുന്ന രാജ്യത്തെ തന്നെ വലിയ. അതിപ്പോൾ കേരളത്തിലെന്ന് പറഞ്ഞാലും നമുക്കിപ്പോൾ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, അതുവരെ ഇത് മൂടി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു അല്പാൽപമായി വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ പോലും അത് ആളുകൾക്ക് സഹിക്കാമായിരുന്നു. ഇത് ഒറ്റയടിക്ക് 1000 രൂപ ഒരു സിലിണ്ടറിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത് കേട്ടുകേൾവിയില്ലാത്ത ഒരു വർധനവ് എന്നുള്ള രീതിയിൽ പറയേണ്ടി വരും. കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ
വലിയ കുറ്റവാളികളാണ്. കാരണം അവർ പലതും മറച്ചു വെച്ച് ഇലക്ഷൻ്റെ പേരിൽ അവരുടേതായ അജണ്ടകളുണ്ടാകാം. പക്ഷേ രാജ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന രീതിയിൽ അവർ കണക്കാക്കിയേ മതിയാവും. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നമ്മളുടെ ഇവിടെയുള്ള ബദൽ മാർഗങ്ങളിലേക്ക് എന്തെങ്കിലും നമ്മൾ ഇറങ്ങണം. ഇപ്പോൾ സൗരോർജ്ജം ഉപയോഗിക്കുന്നതിന് ഇത് നമ്മൾ അത്തരം ഒരു അവസരമായി നമ്മൾ ഇതിനെ കാണുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. ചിന്തിക്കുന്ന പോലും ഇല്ല. നമ്മളിപ്പോഴും ഗൾഫ് ഹോർമുസിലൂടെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നമ്മുടെ ബദൽ മാർഗങ്ങൾ, പരമ്പരാഗത ഊർജ്ജ സംവിധാനങ്ങൾ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ചർച്ച പോലും വരുന്നില്ല. അതെ അതെ. ഇപ്പോൾ അടുപ്പുകളാണെങ്കിൽ തന്നെ ഒരുപാട് ഈ പുകയും കാർബൺ ഡൈ ഓക്സൈഡും തള്ളാത്ത ഒരുപാട് അടുപ്പ് സംവിധാനങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അതിനെപ്പോലും ഏറ്റെടുത്ത് എന്നാൽ ഒരു സർക്കാർ സംവിധാനങ്ങൾ അതിനെ ഏറ്റെടുത്ത് പ്രോത്സാഹിപ്പിക്കുക, അതിന് എന്തെങ്കിലും സബ്സിഡി കൊടുക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബദൽ മാർഗങ്ങളെക്കുറിച്ച് പോകാത്തതിലാണ് നമുക്കൊരു അപകടം. അതെ അതെ അതെ. ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് മാധ്യമങ്ങളായാലും എല്ലാം അത്തരത്തിലൊരു ചർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ഒരു ദൗത്യം. അതെ, പൊതുസമൂഹം അങ്ങനെ ചിന്തിക്കണം. കാരണം നമുക്ക് ലോകത്തെവിടെയും ഇപ്പോൾ ലോകം ഒരു ആഗോള ഗ്രാമമായി എന്ന് പറഞ്ഞാലും ബദൽ സംവിധാനങ്ങളെക്കുറിച്ചാണ് എന്നെ ആശങ്കപ്പെടുന്നതാണ്. നമ്മളിപ്പോഴും ഈ പ്രതിസന്ധിയിൽ കിടക്കുമ്പോഴും നമ്മൾ അവിടെ കൈകാലിട്ട് അടിക്കുകയല്ലാതെ അതിൽ നിന്ന് കരകയറാനുള്ള ഒരു ബദൽ മാർഗം നമ്മൾ തേടുന്നില്ല. അതുപോലെ ഗാന്ധിജി പണ്ട് പറഞ്ഞതുപോലെ ഗ്രാമസ്വരാജ് എന്ന് പറഞ്ഞ പോലെ അതാത് ഗ്രാമങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ആ പ്രദേശത്തെ ബദൽ സംവിധാനങ്ങൾ കണ്ടെത്താനും ശ്രമിക്കണം. കാരണം ഭാവിയിലേക്ക് ഇത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോഴത്തെ പ്രതിസന്ധി മാത്രമല്ല, ഇനി ഭാവിയിലേക്ക് മനുഷ്യൻ നേരിടാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. കമ്മ്യൂണിറ്റി കിച്ചണെ പോലും നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ പലരും അത് ഫലപ്രദമായി നടത്തുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ചെയ്യാവുന്നതാണ്. ആവശ്യമുള്ളതിനുള്ള എല്ലാവരും കൂടി ചേർന്ന് ഒന്നിച്ച് പാചകം ചെയ്യുക, അപ്പോൾ വീടുകളിലേക്ക് ഒന്നിച്ച് പാചകം ചെയ്ത് പോകുക സംവിധാനങ്ങളൊക്കെ. അപ്പം അത്തരം ബദൽ മാർഗങ്ങൾ ഒരുപാട് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ നമ്മൾ അതാണ് ചർച്ച ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരം കാര്യങ്ങളിലേക്ക് സമൂഹത്തെ നമുക്ക് നയിക്കേണ്ട ഒരു കാലഘട്ടമാണ് അത്. പുതിയൊരു അധികാര സ്ഥാനത്തേക്ക് വരുന്നവരൊക്കെ അത്തരത്തിലും കൂടി ചിന്തിക്കണം എന്നാണ് നമുക്ക് തോന്നുന്നത്. അധികാരികളും മാധ്യമങ്ങളും എല്ലാവരും പൊതുപ്രവർത്തകരും എല്ലാവരും ഈ വഴിക്ക് തന്നെ ചിന്തിക്കണം.